ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്കിൻ കെയറിലെ ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനൽ മൊത്തം ചെയ്യാറ്. അപ്പോൾ ചാനലിൽ കയറി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഡിസോർഡറിൽ വരുന്നതാണ് നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ നമ്മൾ പോർ വാക്യൂമോ അതല്ലെങ്കിൽ പോർ സ്ട്രിപ്സോ ആണോ യൂസ് ചെയ്യേണ്ടത്, അത് സാലിസിലിക് ആസിഡ് സിറം ആണോ യൂസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ വീണ്ടും നമ്മുടെ പോർ വാക്യൂം കുറച്ചും കൂടെ ഒന്ന് വൈറലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അത് എന്തുകൊണ്ട് നല്ലതല്ല എന്ന് പറഞ്ഞുതരാം, എന്തുകൊണ്ട് സാലിസിലിക് ആസിഡ് ആണ് നല്ലതെന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതാണ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഈ ഒരു ഗ്ലാൻഡിന്. ഈ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഓപ്പണിംഗ്, ഈ ഒരു പോറിനെ അടയ്ക്കാനായിട്ട്, കാരണം ഒരു സാധനം പോസ് ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് അടയുമല്ലോ. അതിന് പോസ് ക്ലോഗ് ആവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ഡെഡ് സ്കിൻ, അതായത് പഴയ സ്കിന്ന്, പൊല്യൂഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ്, മേക്കപ്പ്, സൺസ്ക്രീൻ, ഇതെല്ലാം പോസിനകത്ത് കയറി ഇരുന്നിട്ട് അത് ക്ലോഗ് ആവും. അത് നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് പിന്നെ ഓക്സിഡൈസ് ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് ആവും. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് വൈറ്റ് ഹെഡ്സ്. ഈ ഓക്സിഡൈസ് ആവുന്നതിന് മുന്നെയാണ് അത് വൈറ്റ് ഹെഡ്സ് ആവുന്നത്. അത് പിന്നെ ഓക്സിഡൈസ് ആവുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറും. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാർക്കാണ്. എന്നാലും ഡ്രൈ സ്കിൻകാർക്ക് വൈറ്റ് ഹെഡ്സ് കാണാറുണ്ട്. കാരണം അവരുടെ പോസ് കുറച്ച് ഇട്ടിരിക്കുന്നുണ്ട്, കുറച്ച് പോസ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു വൈറ്റ് ഹെഡ്സും കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചെടുത്ത് കളഞ്ഞാൽ, നമ്മൾ സ്ക്വീസ് ചെയ്ത് കളയോ അല്ലെങ്കിൽ വാക്കും വെച്ചിട്ട് സക്ക് ചെയ്ത് കളയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകും. കാരണം ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മൾ സ്ക്വീസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അതല്ലെങ്കിൽ വാക്കും വെച്ചിട്ട് സർക്ക് ചെയ്യുന്ന ടൈമിലായിക്കോട്ടെ, നോ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഭാഗം നന്നായിട്ട് ചുമക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ സ്കിൻ ചുമക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു ട്രോമ, അത് എന്താ പറയുക, ഒരു മുറിവ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ സ്കിൻ എപ്പോഴെങ്കിലും ചുമക്കുന്ന എപ്പോഴാണ്, അവിടെ എന്തെങ്കിലും ഒരു ക്ഷതം വരുമ്പോഴാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ ഒരു ട്രോമ ഉണ്ടായി എന്നാണ്. നമ്മൾ കുറേ നാൾ കണ്ടിന്യൂസ് ഒരേ സ്ഥലത്ത് കുറേ ട്രോമ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ഓഫ് കളറുള്ള ആൾക്കാർക്ക് അവിടെ പിഗ്മെന്റേഷൻ വരും. ഒന്ന്, പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പോർ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബാരിയർ ഉണ്ട്, സ്കിൻ ബാരിയർ. ഇത് അധികം ബലമൊന്നും ഉള്ള സാധനമല്ല. നമ്മൾ ഒരുപാട് ഒരയ്ക്കുമ്പോഴോ പിടിക്കുമ്പോഴോ ഇത് ഇളകിപ്പോവും. അനാവശ്യമായിട്ട് ഒരയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ഇത് ഇളകിപ്പോവും. സ്കിന്നാണ്, സിമെന്റ് ഒന്നുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും മുറിവ് വരാനും, അത് കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമോ സ്കിൻ കെയർ ഒന്നും അവിടെ ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളല്ല നമ്മൾ പ്രോപ്പറായിട്ട് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അതായത് സിറംസ് യൂസ് ചെയ്യാൻ പറയുന്നത്. കാരണം സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ പോസിൽ പോയിട്ട് അതിനകത്തുള്ള എന്താ പറയുന്നത്, വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. വെച്ചാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസിലായിട്ട് പോസിനകത്തൂടെ എടുത്തു കളയാൻ പറ്റും. കാരണം ഈ സാലിസിലിക് ആസിഡ് ആയ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് അത്രയും ചെറിയ മോളിക്യൂളാണ്, നമ്മുടെ പോസിനകത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന മോളിക്യൂൾ ആയതുകൊണ്ടാണ് അതിന് പോസിൽ പറ്റുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്നാൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് കിട്ടുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് അത്രയും ചെറിയ മോളിക്യൂൾ അല്ല, നമ്മുടെ പോസിനകത്തോട്ട് ഇറങ്ങാനോ ഓയിൽ പോലെയുള്ള സാധനങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ സാലിസിലിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി എത്ര പെർസെന്റേജ് സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളയാനായിട്ട് യൂസ് ചെയ്യുന്നത് 2% ആണ്. പക്ഷെ ഈ 2% നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കണമെങ്കിൽ അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. 2% ഫേസ് വാഷിന്റെ ഫോമിലാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ സിറത്തിന്റെ ഫോമിലോ ടോണറിന്റെ ഫോമിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യും, ഡ്രൈ ആവുകയും അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. ഇത് വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ 2% സാലിസിലിക് ആസിഡ് നൈറ്റിൽ വീക്കിലി വൺസ് യൂസ് ചെയ്യുക. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ റെറ്റിനോൾ, വിറ്റാമിൻ സി, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മെന്റലിക് ആസിഡ് പോലെയുള്ള സാധനങ്ങളുടെ ടോണറോ സിറംസോ യൂസ് ചെയ്യാതിരുന്നാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീക്കിലി വൺസ് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതിന് റിസൾട്ട് കിട്ടും. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫേസിൽ എവിടെയൊക്കെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് സാലിസിലിക് ആസിഡ് മസാജ് ചെയ്ത് ഒരു 1 മിനിറ്റെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വർക്കിംഗ് പീരീഡ് കൊടുത്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുന്നതാണ് നല്ലത്.
അതല്ലെങ്കിൽ 2% സാലിസിലിക് ആസിഡ് വീക്ക്ലി വൺസ് യൂസ് ചെയ്താലും മതി. ഇത് ഏറ്റവും നല്ലത് കോമ്പിനേഷൻ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർക്കാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ലത് ബിഗിനേഴ്സ് ആണെങ്കിൽ 5% നയാസിനമൈഡ് സെറം ആണ്. കാരണം ഡ്രൈ സ്കിൻകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി കൺട്രോൾ ചെയ്യുന്ന സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ അല്ല. നിങ്ങളുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കും. അപ്പൊ നിങ്ങൾക്ക് ബാറ്റിൽ വരുന്നതാണ് 5% നയാസിനമൈഡ് സിറം. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, കുഴപ്പമില്ല. കാരണം 5% കുറഞ്ഞ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് 2 to 5% നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും പോലുള്ള നമ്മുടെ സ്കിന്ന് ടോളറേറ്റ് ചെയ്യുന്ന ഒരു ഇതുമാണ്. അപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ 5% നയാസിനമൈഡ് യൂസ് ചെയ്യുക. നമ്മുടെ മിനിമലിസ്റ്റിലും ഡെർമക്കോയിലും അതുപോലെ സുഗന്ധയിലും ഒക്കെ 5% നയാസിനമൈഡ്, പ്ലമ്മിലും 5% നയാസിനമൈഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി 2% സാലിസിലിക് ആസിഡ് ഏതിലൊക്കെയാണ് അവൈലബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ മിനിമലിസ്റ്റിലുണ്ട് 2% സാലിസിലിക് ആസിഡ്, ഓർഡിനറിയിലുണ്ട്, ഡെർമക്കോയിലുണ്ട് 2% സാലിസിലിക് ആസിഡ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മുടെ ഫേസ് സ്കൾപ്ചർ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഫേസ് എന്താ പറയുന്നത്, ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് വാഷ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണോ, അതെ നമ്മൾ സാധാരണ ഒരു സ്പൂൺ യൂസ് ചെയ്താൽ മതി? ഇത് ആക്ച്വലി ദിസ് ഓർ ദാറ്റിലെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്പൂൺ നമ്മൾ ഐസ് കോൾഡ് ആയിട്ടുള്ള സ്പൂൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വാഷ് പോലെയുള്ള സാധനങ്ങളായിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഷേപ്പിന് മാറ്റാനായിട്ട് പറ്റില്ല. കാരണം ആൾക്കാർ പറയുന്ന വെയിറ്റ് ലിഫ്റ്റിങ്, ബോട്ടോക്സ്, ഈ സാധനങ്ങളൊന്നും വാഷ് കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള സ്ഥലത്തുള്ള മസിൽ പോലെയല്ല നമ്മുടെ ഫേസിലെ മസിൽ. ഇത് എക്സസൈസ് ചെയ്താൽ ചെറുതാവാൻ പോലില്ല. നമ്മുടെ ഫേസ് ഫാറ്റ് ലോസ് ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ മൊത്തത്തിൽ ബോഡിക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും, ഫേസിന് ഫാറ്റ് ലോസ് ഉണ്ടാവും എന്നല്ലാണ്ട് ഫേസിൽ മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലും കാലിലും കുറയുന്നത് പോലെ, ലെഗ് ഡേ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന അപ്പർ ബോഡി ചെയ്യുന്നത് പോലെ നമ്മൾ ഫേസ് ഡേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫാറ്റ് ലോസ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അതിന്റെ അവിടുത്തെ മസിൽ കൺസ്ട്രക്ഷന്റെ വ്യത്യാസമാണ് ഒന്ന്. രണ്ട്, നമ്മുടെ ഫേസിൽ മസിൽ അല്ല, ഈ ഫാറ്റി അല്ല പ്രശ്നം. നമ്മുടെ ഫേസിൽ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ആ ഒരു തടിപ്പ് എന്താണെന്ന് വെച്ചാൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണ്. അതായത് നമ്മുടെ ശരീരത്ത് രക്തം ഓടുന്ന പോലെ വേറൊരു ബ്ലഡ് വെസൽസ് ഉള്ളതുപോലെ വേറൊരു ടൈപ്പ് വൈറ്റ് ബ്ലഡിന്റെ ഡ്രെയിനേജ് ഉണ്ട്. അതിന് നമ്മൾ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് കാരണമാണ് നമ്മുടെ കാലിലൊക്കെ നീര് വരത്തില്ലേ, ചില സമയങ്ങൾ കുറെ നേരം കാല് തൂക്കിയിടുന്ന സമയത്തൊക്കെ നമ്മുടെ കാലിൽ നീര് വരത്തില്ലേ. ഇത് റഷ് ആയിട്ട് ലിംഫാറ്റ് അങ്ങോട്ട് എങ്ങോട്ടാണ് തൂങ്ങി കിടക്കുന്നത് അങ്ങോട്ട് ഒരുപാട് റഷ് ആയിട്ട് ചെല്ലുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നീര് വരുന്നത്. നമ്മൾ കാല് പൊക്കി വെക്കുമ്പോഴോ പ്രോപ്പർ ആയിട്ടൊന്ന് തടവുമ്പോഴോ ഇത് പോവാറുമുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് നമ്മുടെ ഫേസിൽ ഒരുപാട് സ്ഥലത്ത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ട്. ഇത് അങ്ങോട്ട് നന്നായിട്ട് കൂടി വന്ന് കട്ടക്കി നിൽക്കും. അത് കാരണം നമുക്ക് ആ ഒരു പഫിനെസ് വരുന്നത്. ഗോഷ യൂസ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ സ്പൂണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് അവിടെ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് നമുക്കുള്ള ഒരു ഫേസിന്റെ നാച്ചുറൽ ഷേപ്പ് നമുക്ക് ആ ഒരു പഫിനെസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങളൊരു ഫേസ് ലിഫ്റ്റിന് വേണ്ടിയോ അതല്ലെങ്കിൽ ബോട്ടോക്സ് ലൈക്ക് ലുക്കിന് വേണ്ടിയിട്ടോ ആണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ഇല്ല. പക്ഷേ ലിംഫാറ്റിക് ഡ്രെയിനേജ് മൈൻഡ്സിൽ വെച്ചിട്ട് അത് മാറ്റാനായിട്ട്, കാരണം നമുക്ക് ആ ഒരു പഫിനെസ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് നമ്മുടെ ലിംഫിന് ആ ഒരു സർക്കുലേഷനെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. കാരണം ഇങ്ങനെ ഡ്രെയിൻ നമ്മൾ ഇങ്ങനെ മച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലിംഫ് എല്ലാം കൂടി ഇങ്ങോട്ട് പോയിട്ട് ഈ ഒരു ഇവിടുത്തെ ഒരു റൂട്ട് ഉണ്ട് അതിന് പോവാനായിട്ട്, ഒരു വെസൽ കണക്കാണ്, അതിന് പോകാൻ സ്പേസ് ഉണ്ട്, അതുവഴി അത് പൊക്കോളും. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിലും അത് പൊക്കോളും. പക്ഷെ ചെയ്താൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ടും പോകും. പിന്നെ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു നമുക്കൊരു ഉന്മേഷം കിട്ടും. കാരണം ലിംഫാറ്റിക് ഡ്രെയിനേജ് പോകുമ്പോൾ കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് വരും. ആ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ ഫേസിൽ ഒന്നും കൂടെ ഓക്സിജൻ സപ്ലൈ വരും. അപ്പൊ നമ്മുടെ ഫേസിന് പെട്ടെന്ന് എനർജി വരും. ഒന്ന്. രണ്ട്, ഇവിടുത്തെ ലിംഫ് പെട്ടെന്ന് പോവുകയും അവിടുത്തെ ലിംഫ് പെട്ടെന്ന് പോവുകയും ചെയ്യും, ഡ്രെയിൻ ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോയും എന്താ പറയുക ഒരു ഫേസ് ലിഫ്റ്റ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത്. നാച്ചുറലി അവിടെ ഫേസ് ലിഫ്റ്റ് അല്ല നടക്കുന്നത്, അവിടുത്തെ ആ ഒരു വെള്ളം കണക്കായിരിക്കുന്ന സാധനമാണ്. അത് പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഗോഷ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഐസ്പൂൺ യൂസ് ചെയ്തുകൊണ്ടോ ഇത് അവിടെ പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബ്ലഡ് റഷ് നടക്കും, അവിടുത്തെ ഡ്രെയിൻ പോകും. അപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്തോട്ട് പെട്ടെന്ന് ബ്ലഡ് റഷ് വരുമ്പോൾ നമ്മുടെ അവിടെ കുറച്ചുകൂടെ ഓക്സിജൻ വരും, അപ്പൊ ഒരു ഗ്ലോ വരും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഗ്ലോ വരുന്നത്.
ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ആയിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് കുറച്ച് ചേഞ്ചസ് വരും. നമ്മൾ ഈ ഫേസ് ലിഫ്റ്റിംഗ് ഡിവൈസസ് അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൊളാജിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ടൈപ്പ് ആയിട്ടുള്ള ഇലക്ട്രിക് വേവ്സ് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതും ബോട്ടോക്സിന് അത്രയും റിസൾട്ട് തരുമെന്ന് വെച്ചാൽ തരാനൊന്നും പോകില്ല. പക്ഷെ കുറച്ച് ഒന്നും ചെയ്യാത്തേക്കാളും കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ഡിഫറൻസ് വരും. അതാണ് മറ്റേ നമ്മുടെ വിൻസ്റ്റണിലുണ്ട്, പിന്നെ ഒരു കൊറിയൻ ബ്രാൻഡ് ഉണ്ട്, എൻ്റെ പേര് പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രിക് സാധനമാണ്. ഇലക്ട്രിക് കറണ്ട് വേവ്സ് നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ കൊളാജനൊക്കെ ബൂസ്റ്റ് ചെയ്യും, ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇലക്ട്രിക് കറണ്ട് വലിച്ച് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി സ്കിന്നിൽ ഒരു ചെറിയ ചേഞ്ചസ് വരും. കാരണം കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് വേവ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണ് സെല്ലിന്. പക്ഷെ കൈകൊണ്ട് ഗോഷോണം ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളത്തിന് അതായത് ലിംഫിന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പൊ ഡിസോർഡായിട്ട് വെച്ചാല് വെറുതെ ഫേസിൽ ഡ്രെയിൻ കളയാനാണെന്നുണ്ടെങ്കിൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് പഫ്നെസ് ഒക്കെ മാറ്റാനായിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഗോഷയോ അതല്ലെങ്കിൽ ഐ സ്പൂണോ ഒക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അതല്ല നിങ്ങൾക്കൊരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇലക്ട്രിക് ടൂൾസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ടൂൾസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാക്ടേഷൻ ടൈമിൽ കുഴപ്പമില്ല, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ക്യാരി ചെയ്യുന്ന ടൈമിൽ ഇത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാഷ് നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ബോട്ടോക്സ് അതുപോലെ ഫേസ് ലിഫ്റ്റ് ഒന്നും അതിനകത്ത് പ്രതീക്ഷിക്കരുത്, കിട്ടത്തില്ല. അടുത്തതാണ് ഫേസ് വാഷിംഗ് ടൂൾസ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ കൈയുടെ ആവശ്യമേ ഉള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ടൂൾസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോസിനെയും നമ്മുടെ സ്കിന്നിനെയൊക്കെ എന്താ പറയുന്നത്, ഇപ്പം നമ്മളൊരു സാധനം ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രാവശ്യം എപ്പോഴും ലോ ഓഫ് എന്നെ എടുത്തിട്ട് എപ്പോഴും ഉരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രൈനെസ് വരത്തില്ലേ. നമ്മുടെ ഫേസ് ശരീരത്തിനേക്കാളും ഭയങ്കര ഡെലിക്കേറ്റഡ് ആണ് നമ്മുടെ ഫേസിന്റെ സ്കിൻ. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും സിലിക്കോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷ് ടൈപ്പ് സാധനം ഇട്ട് എപ്പോഴും കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കും. കാരണം നമ്മൾ എപ്പോഴും അവിടുത്തെ ഓയിൽ നമ്മൾ എത്രത്തോളം അവിടെ സ്ക്രബ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഓയിലിന് നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ഇനി നിങ്ങളുടെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഈസിലി അത് ഡ്രൈ ആവുകയും സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. ഓയിലി കോമ്പിനേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ പറയേ വേണ്ട, പെട്ടെന്ന് ഓയിൽ പ്രൊഡക്ഷന്റെ ഇന്റൻസിറ്റി നമുക്ക് ചില സമയത്ത് അത് എക്സസീവ് ആയിട്ട് കൂടും, ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് സ്കിൻ ബാരിയർ ഡാമേജ് ആവും, കൂടി കഴിഞ്ഞാൽ ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പൊ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് കൈയാണ് നല്ലത്. എനിക്കറിയാം കുറെ കാലം ബൗവ് പോലെയുള്ള ബ്രാൻഡുകൾ, എനിക്ക് തോന്നുന്നു ഹിമാലയയിലൊക്കെ ഉണ്ടായിരുന്നു ഫേസ് വാഷിന്റെ കൂടെ ബ്രഷസ്. ഇപ്പം ഞാൻ ആ പരസ്യങ്ങൾ ഇപ്പൊ കാണാറില്ല. അല്ലാതെ കുറെ കാലമായിട്ട് ഞാൻ ഫേസ് വാഷിന്റെ ഈ ഒരു ബ്രഷ് കാണുന്നുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ നമ്മുടെ കൈ തന്നെ ധാരാളം. അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനായിട്ട് ഒന്നുകിൽ നമ്മുടെ മൈക്രോ ഫൈബർ ടവൽസ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എയർ ഡ്രൈ ചെയ്ത് വിട്ടാലും മതി. എപ്പോഴും തുടയ്ക്കുമ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൈ ഒരിക്കലും വലിക്കാതെ, എന്ന് വെച്ചാൽ മുഖം ഇങ്ങനെ തുടച്ചിട്ട് പറയുന്ന ചില ആൾക്കാർക്ക് സ്വഭാവം ഇങ്ങനെ തുടച്ചങ്ങ് കളയും. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഒരുപാട് സ്കിന്നിനെ വലിക്കുമ്പോഴത്തേക്ക്, ഞാൻ എപ്പോഴും പറയുന്നത് സ്കിൻ ഡെലിക്കേറ്റഡ് ആണ്, അപ്പൊ പെട്ടെന്ന് വലിയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരു ഇന്ന് ചെയ്ത നാളെ വലിയും എന്നല്ല ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസ് വേണ്ട, നമ്മുടെ കൈ മതി. പിന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഈ ബ്രഷസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയും, ഫിസിക്കൽ എക്സ്ഫോളിയേഷനേക്കാളും നല്ലത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ്. കെമിക്കൽ എക്സ്ഫോളിയേഷൻ പേടിയാണെങ്കിൽ എൻസൈമാറ്റിക് എക്സ്ഫോളിയേഷൻ പോലും ഇപ്പോൾ ഉണ്ട്. എൻസൈമാറ്റിക് ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് നമ്മുടെ ക്ലേക്കോഡ് എൻസൈം സ്ക്രബ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്ക്രബായിട്ട് വേണമെങ്കിൽ കെമിസ്റ്റഡ് ക്ലേയുടെ 8A ഫിസിക്കൽ സ്ക്രബ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അതിന്റെ ഗ്രാന്യൂൾസ് കറക്റ്റ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അതധികം ഷാർപ്പല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ആക്കാനും പോകുന്നില്ല. എനിക്ക് ഫിസിക്കൽ സ്ക്രബിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അതിനകത്തുള്ള ഗ്രാന്യൂൾസ് പ്രോപ്പർ ആയിട്ട് ഷേപ്പ് ചെയ്യാത്തതാണ്. ഞാൻ തുടക്കം തൊട്ട് പറയുന്നത് അതിന്റെ ഗ്രാന്യൂൾസ് പ്രോപ്പർ ആയിട്ട് ഷേപ്പ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം നമ്മുടെ സ്കിന്നിന് അനാവശ്യമായിട്ട് അത് നശിപ്പിക്കത്തില്ല. പ്രോപ്പർ ആയിട്ട് ഷേപ്പ് ചെയ്യാത്ത ഗ്രാന്യൂൾസ് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ മൈക്രോ ബ്ലീഡിങ് വരുന്നത്, ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതില്ലാത്തതാണെങ്കിൽ നമ്മുടെ കെമിക്കൽ പ്ലേയുടെ സ്ക്രബ് കുഴപ്പമില്ലാത്തതാണ്. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് കെമിക്കൽ പീൽസ് ഇല്ലേ, 30%, 10% ഒക്കെ, അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ടോണേഴ്സ് വീക്ക്ലി വൺസ് നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി. സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ എക്സ്ഫോളിയേഷനേക്കാളും, അതായത് ബ്രഷസ്, സ്ക്രബുകൾ,
അതിനേക്കാളും നല്ലത് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ ഏറ്റവും നല്ലത് കൈയാണോ എന്ന് വെച്ചാൽ കൈയാണ്, ബ്രഷ് അല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ 2% സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇതാണെങ്കിൽ മെക്കാനിക്കൽ ടൂൾസ് യൂസ് ചെയ്യാം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ മതിയെങ്കിൽ വാഷ് യൂസ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഒരു ബോട്ടോസ് എഫക്റ്റ് ഒന്നും ഇത് രണ്ടും കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഫേസ് വാഷ് ചെയ്യാൻ ഫേസ് ടൂൾസിനേക്കാളും നല്ലത് നമ്മുടെ കൈയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിലുള്ള ദിസ് ഓർ ദാറ്റ്, എനിക്കറിയാം കുറച്ച് ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഒരുപാട് പേര് അതിനെപ്പറ്റി എനിക്ക് DMസിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സൺഡേ കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.